വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ബ്ലാക്ക് ഹെഡ്സ് ഞങ്ങളുടെ ഫേസിൽ എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്ന്. ബ്ലാക്ക് ഹെഡ്സ് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചില അറിയാത്ത ആൾക്കാർക്ക് പറയാണ്. ഞങ്ങൾ നോസിന്റെ ഒരു മിഡിൽ പോർഷനിൽ ഒരു ബ്ലാക്ക് ഡോട്ട് ആയിട്ട് വീഴുന്നത്, അതായത് ബ്ലാക്ക് ഹെഡ്സ് ആണ്. അവിടെ ഒരു പിക്ചറും ഇടുന്നുണ്ട്. ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. കൂടുതലായിട്ട് ഇത് കാണുന്നത് ഓയിലി സ്കിന്നിന്റെ ആൾക്കാർക്കാണ്. എന്റേതും ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വരാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഓയിൽ റിമൂവ് ആവാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു സോപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ ഫേസ് വാഷ് ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ നോസിൽ ഒരു ബ്ലാക്ക് ഹെഡ്സ് കാണുന്നത്. എനിക്ക് ഏകദേശം ഞാൻ സോപ്പ് ആവട്ടെ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ബ്ലാക്ക് ഹെഡ്സ് കാണാറുണ്ടോ. അതിനായിട്ട് ഞാൻ നാച്ചുറലായിട്ട് വീട്ടിൽ കിട്ടുന്ന നാച്ചുറലായിട്ട് ഞാൻ കടലമാവിലാണ് ഫേസ് വാഷ് ചെയ്യുമ്പോൾ എനിക്ക് ആ ബ്ലാക്ക് ഹെഡ്സിന്റെ പ്രോബ്ലംസ് ഇത്തിരി ഉണ്ടാവാറില്ല. പിന്നെ ഏതെങ്കിലും നമ്മൾ സ്കിൻ വൈറ്റനിങ് ഓയിലൊക്കെ ഇടുമ്പോഴാണ് എനിക്ക് ബ്ലാക്ക് ഹെഡ്സിന്റെ പ്രശ്നങ്ങൾ കാണുന്നത്. ഇന്ന് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാന് ഞാൻ ചെയ്തിട്ടുള്ള രണ്ടോ മൂന്നോ ടിപ്സ് ആണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പേഴ്സണലി ബ്ലാക്ക് ഹെഡ്സ് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഡെയിലി സ്കിൻ കെയർ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി റെഗുലർ ആയിട്ട് ഏതും നാച്ചുറൽ പ്രൊഡക്റ്റ് ആവട്ടെ ഒന്നും ഞാൻ ഫോളോ ചെയ്യാറില്ല. അതിനായ സമയം എനിക്ക് കിട്ടാറില്ല. ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഗ്ലിസറിൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിനാണ്. നോർമലായിട്ട് എനിക്ക് ഒന്നും പ്രൊഡക്റ്റ് കിട്ടില്ല. ഞാൻ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് എന്റെ ഫേസ് വാഷ് ചെയ്താലും ബ്ലാക്ക് ഹെഡ്സ് വരാറുണ്ടോ. കൂടുതലായിട്ട് ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് ഉള്ളവരെല്ലാം കുറച്ച് പാർലറിലൊക്കെ പോയിട്ട് ക്ലീൻ അപ്പ് ഒക്കെ ചെയ്യും ഫേസിൽ. അത് ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്ത് വരും. പക്ഷെ നമുക്ക് അത് എന്നും ആ ഒരു സമയം നമുക്ക് പാർലറിൽ പോയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റൂല. അതിൻ്റെതായ സമയങ്ങൾ നമുക്ക് കുറവാണ്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റില് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പ്രൊമിനന്റ് ആണ്. ഈ ഒരു ഫേസ് വാഷ് ആണ് എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ഹെഡ്സ് എൻ്റെ ഒരു മെയിൻ എൻ്റെ സ്കിന്നിന്റെ പ്രോബ്ലം ആയിരുന്നു. ബ്ലാക്ക് ഹെഡ്സ് വന്ന ഉടനെ, അതായത് നമ്മളെ ഫേസിന്റെ നോസ് എന്ന് പറയുന്നത് നമ്മളെ ഫേസിന്റെ മിഡിൽ പോർഷനിൽ ഉള്ളത് കൊണ്ടാണ് ബ്ലാക്ക് ഹെഡ്സ് വന്ന ഉടനെ നമ്മളെ സ്കിന്നൊക്കെ ഒരു ഡാർക്ക് ആയിട്ട് കാണുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഫുള്ള് ലൈറ്റൻ ആവും. അതല്ലാതെ പിന്നെ നമ്മുടെ സ്കിൻ ഒരു ഗ്ലോ ആയിട്ട് കാണും. ചാർക്കോളിൽ ഞാൻ മെയിൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഇത് ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫേസ് വാഷ് ഏകദേശം നമ്മുടെ സ്കിന്നിന്റെ ഓയിൽ റിമൂവ് ചെയ്യാനും പിന്നെ ഈ ഒരു ഫേസ് വാഷ് നല്ല ഫേസ് വാഷ് ആണ്. സ്കിന്നിന്റെ ഓയിലൊക്കെ റിമൂവ് ചെയ്യാനും. ഇത് റുപ്പീസ് അത്ര ഒന്നുമില്ല, 87 റുപ്പീസ് മാത്രമേ ഉള്ളൂ. എനിക്കൊരു 1 മന്ത് കറക്റ്റ് ആയിട്ട് ഈ 60 ഗ്രാം കിട്ടാറുണ്ട്. ഞാൻ ഡെയിലി 2 times 3 times ഫേസ് വാഷ് ചെയ്യും, രാവിലെ രാത്രി. ആൻഡ് വെയിലത്തിന്ന് എപ്പോഴെങ്കിലും വെയിലത്ത് പോയിട്ട് വെയിലത്തിന്ന് വരുമ്പോഴും ഞാൻ ഇതേ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ചൂടത്തിന്ന് നല്ലോണം വേർത്ത് വരുമ്പോഴാണ് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തപ്പോൾ ഇതിലൊരു മിന്റ് ഫ്ലേവർ ഉണ്ട്. അതായത് ഒരു വിക്സിന്റെ ഫ്ലേവർ ആണ്. നല്ലോണം ഒരു കൂൾ എഫക്റ്റ് കിട്ടാണ് പ്രൊമിനന്റ് ഹെൽപ്പ് ചെയ്യും. ഇത് എന്റെ വൺ ഓഫ് ദി മൈ ബെസ്റ്റ് എന്ന് ഞാൻ പറയും. ഒന്ന് കഴിഞ്ഞപ്പോൾ ഇത് രണ്ടാമതായി വാങ്ങിയതാണ്. ഞാൻ ഇത് ഉപ്പല ആ സൈഡൊക്കെ കിട്ടും ആ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ്. ഇനൊന്ന് ഗ്ലിസറിൻ വിത്ത് സോപ്പാണ്. ഇത് ഓൾറെഡി ഞാൻ ഒരു ഷോർട്ടിൽ ഇട്ടിട്ടുണ്ട് ഏത് പ്രൊഡക്റ്റ് ആണ്. ഈ സോപ്പ് ഇപ്പൊ 1 month ആയി തീരാനായി. ഈ സോപ്പിൽ മെയിൻ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഗ്ലിസറിൻ ആണ്. ഏകദേശം എനിക്ക് വേറെ ഏതെങ്കിലും സോപ്പ് ഇട്ടാൽ പെട്ടെന്ന് ഇവിടെയും പിന്നെ നോസിന്റെ ഭാഗമാണ് എനിക്ക് കംപ്ലൈൻസ് വരാറുള്ളത്. അതായത് നോസിന്റെ ഭാഗമാണ് എനിക്ക് ഇവിടെയും നോസിന്റെ ഭാഗമാണ് എനിക്ക് റിയാക്ഷൻ ആവുന്നത്, അതായത് ബ്ലാക്ക് ഹെഡ്സ് വരുന്നത്. അതൊക്കെ ഏത് സോപ്പ് ഇട്ടാലും എനിക്ക് പിടിക്കുന്നില്ല. പിന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് നമുക്ക് പെർമനന്റ് ട്രീറ്റ്മെന്റ് ഇല്ല. നമ്മൾ ഡെയിലി സ്കിൻ കെയറിൽ നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യേണ്ടതാണ് കംപ്ലീറ്റ്. ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഗ്ലിസറിനുള്ള പ്രൊഡക്റ്റ് ഏതെങ്കിലും യൂസ് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റെഡ്യൂസ് ആവും. ഈ ഒരു സോപ്പിന് ഞാൻ ഷോർട്ട്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. തേർഡ് വന്നിട്ട് ഇവർ ക്ലേ മാസ്ക് ആണ്. ഇത് ചാർക്കോൾ ക്ലേ മാസ്ക് ആണ്. മോംകോമിന്റെ ചാർക്കോൾ ക്ലേ മാസ്ക് ആണ്. ഈ 2 സോപ്പൊക്കെ എനിക്ക് റീസെന്റ്ലിയാണ് കിട്ടിയിട്ടുള്ളത്. ഈ 2 പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന മുമ്പായിട്ടാണ് ഈ ഒരു നാച്ചുറൽ ക്ലേ മാസ്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഇത് തീർന്നിട്ടുണ്ട്. ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത് ജസ്റ്റ് ഇതിന്റെ കോസ്റ്റ് വന്നിട്ട് 499 റുപ്പീസ് ആണ്.
പക്ഷേ ഇതൊരു വൺ ടൈമിൽ ഇതൊരു ഓഫർ ഉണ്ടായിരുന്നു, നമ്മൾ 1 rupees കൊടുത്ത് വാങ്ങണം. സോ അപ്പം നമുക്ക് ഒരു ഡെലിവറി ചാർജ് മാത്രം 199 കൊടുത്താൽ മതിയായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ഫ്രീ കിട്ടുന്ന പ്രൊഡക്റ്റ് അല്ലേ എന്ന് പറഞ്ഞ് വാങ്ങിയതായിരുന്നു. സോ ആ സമയത്ത് ഞാൻ യൂസ് ചെയ്ത് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫേസിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത് 695 rupeesൻ്റെ സെറ്റഫിൽ ക്ലെൻസർ ആണ്. സോ അത് ക്ലെൻസർ നല്ലോണം ഹെൽപ്ഫുൾ ആണ് നമ്മുടെ സ്കിന്നിൻ്റെ ഓയിൽ റെഡ്യൂസ് ചെയ്യാനും പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ സ്കിന്നൊന്ന് നല്ലോണം സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് തരാനൊക്കെ ഹെൽപ്ഫുൾ ആണ്. പക്ഷെ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് അതിൽ റെഡ്യൂസ് ആവൂല. ആ സമയത്ത് ഞാൻ വീക്ക്ലി ഈ ഫേസ് മാസ്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇത് ഏകദേശം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ. ഇതും എനിക്ക് അഫോർഡബിൾ ആണെന്ന് കേട്ടാൽ ഇത് വളരെ അഫോർഡബിൾ ആണ്. സോ ഈ ഒരു ഫേസ് മാസ്ക് ഞാൻ വീക്ക്ലി 2 times യൂസ് ചെയ്തപ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട്, സോഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ആയിട്ടുണ്ടായിരുന്നു. ആൾക്കാർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിലൊരു ഫേസ് വാഷിൽ അവർ അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവും. സോ ഫേസ് വാഷ് മാറ്റുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ ആ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വേറെ ഫേസ് വാഷിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ചെറുതായ ഒരു വറി ഉണ്ടാവും, നമ്മുടെ സ്കിന്നിലേക്ക് എന്തെങ്കിലും റിയാക്ഷൻ ആവോ എന്നുള്ളത്. സോ നമ്മൾ ഏത് ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് അതേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക, അത് നമ്മുടെ സ്കിന്നിലേക്ക് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവും. സോ ഫേസ് വാഷ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ ഫേസ് മാസ്ക് വീക്ക്ലി 2 times യൂസ് ചെയ്യുക. ഈ ഒരു നാച്ചുറൽ ക്ലേ ആണിത്. സോ നാച്ചുറൽ ആണ്, യാതൊരു കെമിക്കൽസ് ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണ്. ഇതിലും മെയിൻ ആയിട്ട് ഈ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാനുള്ളത് മെയിൻ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഗ്ലിസറിൻ ആണ് കേട്ടോ. അതാണ് കേട്ടോ മെയിൻ ആയിട്ട് നമ്മുടെ സ്കിന്നിന്റെ ക്ലിയർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്ന ബ്ലാക്ക് ഹെഡ്സിന്റെ ബ്ലാക്ക് ഹെഡ്സ് പ്രോബ്ലം എങ്ങനെയാണ് ഡെയിലി റൂട്ടീനിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് കംപ്ലീറ്റ് ഇല്ലാതാക്കുന്നതെന്ന് ഒരു ചെറുതായിട്ടൊരു ടിപ്സ് നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ ടിപ്സ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.